ഹായ്, അമേരിക്കയിലെ ന്യൂ ഇയർ ഈ ഫയർ വർക്ക്സ് കാണാൻ വന്നിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും. ന്യൂജേഴ്സിയിലെ ന്യൂ ബ്രൻസ്വിക് എന്നുള്ള സ്ഥലത്താട്ടോ അതിന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇവിടെ തൊട്ടടുത്താണ് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്. അവിടെ ഈവനിങ്ങിന് വന്നിട്ട് ഇങ്ങോട്ട് ഫയർ വർക്ക്സ് ഉള്ള സ്ഥലത്തോട്ട് 10 മിനിറ്റ് മുന്നെയാണ് ഞങ്ങൾ എത്തിയത്. വണ്ടി കുറച്ച് ദൂരം പാർക്ക് ചെയ്ത് നടന്നു. ഇതിൻ്റെ സെൻറ്ററിൽ ഫയർ വർക്ക്സ് നടക്കുന്നിടത്ത് അവരിപ്പോഴും ക്രിസ്മസ് ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം തിരക്കും തണുപ്പും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ന്യൂ ബ്രൻസ്വിക് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ബാരിക്കേഡൊക്കെ വെച്ചിട്ട് ഫുള്ള് കൺട്രോൾ ചെയ്തിട്ടുണ്ട് തിരക്കും കാര്യങ്ങളും എല്ലാം. പിന്നെ ഈ ഒരു സാധനം കണ്ടോ, ഇതാണ് ഹാൻഡ് വാം. അത് കയ്യിലുള്ളതുകൊണ്ട് അധികം ടെൻഷനൊന്നും ഇല്ലാതെ ഒത്തിരി വീഡിയോസ് എടുക്കാൻ പറ്റി ഫോൺ പിടിച്ച്. ഞങ്ങളെ പോലെ ഈക്വലി എക്സൈറ്റഡ് ആണ് കുഞ്ഞാവേം. എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ന്യൂ ഇയറിന് ചെയ്യാറുണ്ട്, ആ ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. ആദ്യമായിട്ടാണ് ന്യൂ ഇയറിന് ഫയർ വർക്ക്സ് കാണാൻ വരുന്നത് കേട്ടോ. എന്നാലും ഇതാണ് എൻ്റെ ഫോട്ടോഗ്രാഫർ ഫ്രണ്ട് അജീഷ്. പുള്ളിയാണ് ബാക്കി 2 വീഡിയോസിലെയും സൂപ്പർ ഫോട്ടോസ് എടുത്തുന്നത്. ദേ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാവരും മൈക്കിൽ വിളിച്ച് പറയുന്നുണ്ട് 10, 9 അങ്ങനെ. കൂടെ ഞങ്ങളും കൂടി ഒച്ചത്തിൽ പറഞ്ഞു കൗണ്ട് ഡൗൺ 1 മിനിറ്റ് ആയി. ദേ കാണാം മുകളിൽ കറക്റ്റ് 12-ന് അടിപൊളി ഫയർ വർക്ക്സ് ആയിരുന്നു. നമ്മുടെ നാട്ടിലെ അത്രയൊന്നും എന്തായാലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അതൊരു പ്രത്യേക ഫീലിംഗ് ആണ് നമ്മുടെ നാട്ടിലെ ഫയർ വർക്ക്സ്. പക്ഷേ എപ്പോഴും ഫയർ വർക്ക്സ് കാണുമ്പോൾ ഒരു പുതുമ തന്നെയാണ് ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാലും. അപ്പോൾ അതുകൊണ്ട് ഇത് എൻജോയ് ചെയ്യാൻ പറ്റി. ഈ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി. ബട്ട് അതൊക്കെ ഫയർ വർക്ക്സിൻ്റെ ഒരു ഭാഗമായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീഴുന്ന രീതിയിൽ ഒരു ഫയർ വർക്ക് ഉണ്ടായി. അതായിരുന്നു നേരിട്ട് കാണുമ്പോൾ ഏറ്റവും മൈൻഡ് ബ്ലോയിങ് ആയിട്ട് എനിക്ക് തോന്നിയത്. എന്നാൽ കൂടി ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എൻജോയ്.